എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റാണ് അദ്ദേഹത്തെ വിളിച്ചത്. വലിയ വേദനയോടെ ആ ക്ലയൻ്റ് അദ്ദേഹത്തോട് പറയുകയാണ്, ജീവിതം മടുത്തു, ജീവിതം അവസാനിപ്പിക്കുവാനായി ഞാൻ തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ സുഹൃത്തിന് വലിയ ബുദ്ധിമുട്ടായി. എങ്കിലും അദ്ദേഹം മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് ആ ക്ലയൻറ്റിനോട് കുറച്ചു നേരം കൂടെ സംസാരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അവനെ കേൾക്കുന്നു, അതോടൊപ്പം തന്നെ പല സബ്ജക്റ്റുകൾ മാറി മാറി സംസാരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേ ക്രോസ് ധാരാളം ട്രെയിനുകൾ മണിക്കൂറുകളിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ഇദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം. ആ ലൊക്കേഷനൊക്കെ അദ്ദേഹം സ്കെച്ച് ചെയ്തു. ഈ ക്ലയൻറ്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറി ഡീറ്റെയിൽസൊക്കെ പതുക്കെ അങ്ങ് കൈമാറി അല്പസമയം ഹോൾഡ് ചെയ്ത് ആ ക്ലയൻറ്റിനോട് സംസാരിച്ചു. അങ്ങനെ ഏകദേശം ഒരു 45-50 മിനിറ്റ് ഈ ക്ലയൻറ്റുമായിട്ട് ഇദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് സാധിച്ചു. പെട്ടെന്ന് തന്നെ ആ പോലീസുകാർ ആ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ അടുക്കൽ പോലീസ് ജീപ്പ് എത്തിയപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, പോലീസ് ജീപ്പ് എത്തുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, എൻ്റെ നേർക്കാണല്ലോ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് മറുപടി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, അവർ നിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ബുദ്ധിമുട്ടങ്ങ് പറയുക, ഞാനുണ്ട് നിൻ്റെ കൂടെ, നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം, ഒരു നാടകീയമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. ഈ ക്ലയൻറ്റിനെ പോലീസ് വാഹനത്തിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഏതാനും മണിക്കൂറുകളിൽ തന്നെ എൻ്റെ സുഹൃത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ വ്യക്തിയോട്, ഈ ക്ലയൻറ്റിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവൻ്റെ മാനസിക നില, മനോവിഷമമൊക്കെ അവർ കുറേ കൂടിയൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ വ്യക്തിക്ക് സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിങ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണം, അത് കൊടുക്കുന്നുണ്ടെന്നറിയാം. അതോടൊപ്പം തന്നെ ഇവന് കുടുംബത്തിലൊരു സുരക്ഷിതത്വം ആവശ്യമാണ്. സ്നേഹിക്കുന്ന ഒരു മാതാവോ പിതാവോ ഒന്നും ഇവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സഹോദരങ്ങൾ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ അല്പമൊക്കെ ഡ്രഗ്സിന് അടിമപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം കൂടി നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കുവാനായിട്ട് സാധിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവനെ ഈ സുഹൃത്തിനൊപ്പം യാത്രയാക്കിയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഓരോ ജീവിതവും സുന്ദരമാണ്. ഭൂമിയിൽ ദൈവമാണ് എല്ലാ സംവിധാനങ്ങളും സൃഷ്ടിച്ചത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ വളരെയധികം തിരക്കിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ആഗ്രഹം. നേടിയെടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഉള്ളത് കൊണ്ടൊന്ന് സന്തോഷമായിട്ടൊന്ന് ജീവിക്കുവാനായിട്ട്, നമ്മുടെ കൂടെയുള്ളവരോട് കൂടെ അല്പസമയം വർത്തമാനമൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്ത് സന്തോഷമായിട്ടൊന്ന് ഉല്ലസിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ട ജീവിതങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ ഒരുപക്ഷെ 3, 4, 5 അംഗങ്ങളുണ്ടാവാം. എന്നാൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാലോ, ഈ ആത്മഹത്യകളൊക്കെ ചെയ്യുന്നതിന് മുൻപ് ചില വ്യക്തികൾ എഴുതി വയ്ക്കാറുള്ള കാര്യങ്ങളൊക്കെ, എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കാനായിട്ട്, എന്നെ ഒന്ന് കേൾക്കാനായിട്ട്, ഒരാശ്വാസ വാക്ക് പകർന്നു തരാനായിട്ട് ആരുമില്ല എന്ന്. ആത്മഹത്യക്ക് ഒരു വിശുദ്ധ ചികിത്സ എന്ന എപ്പിസോഡിൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ചുറ്റോട് ചുറ്റും ധാരാളം വ്യക്തികൾ ഈ ഒരു വ്യതയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്:
വലിയ ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ് യെശയ്യാ 30:21. മകളെ, മകനെ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് നീ ഒരു ശബ്ദം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇതാണ് വഴി, ഇതിലേ പോവുക. സ്നേഹമുള്ളവരെ, നിശബ്ദതയിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായി സാധിക്കുകയുള്ളൂ. ധാരാളം വ്യക്തികളുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. അവരുടെ വേദനകൾ കേട്ടറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ, തകർന്ന് തരിപ്പണമായി എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്നു കൊണ്ട്, ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ സംസാരിക്കുന്ന ഇതിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ മനസ്സിൽ ഭയങ്കര നിർവൃതിയാണ്. ചിലപ്പം സംസാരിക്കാനൊന്നും പറ്റത്തില്ല, വെറുതെ അവിടെ പോയി ഇരിക്കും കുറേ നേരം. തിരുവോസ്തുരൂപനായ ഈശോയെ ഒന്ന് നോക്കും. അങ്ങനെ ആ സാന്നിധ്യത്തിൽ ഇങ്ങനെ കുറേ നേരം ലയിച്ചിരിക്കും. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പം അറിയപ്പെടാത്ത ഒരു ആനന്ദ നിർവൃതിയാണ്. അങ്ങനെയാ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന്. സ്നേഹമുള്ളവരെ, ഇത് ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരും ഈ ഒരു മനോഭാവത്തിലേക്ക് വരുന്നുണ്ട്, ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ചുറ്റോട് ചുറ്റും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ഉള്ള പള്ളികളുണ്ട്, നിത്യാരാധന ചാപ്പലുകളുണ്ട്. അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്. തിരക്കിനിടയിൽ, ബഹളമയമായ ജീവിതത്തിനിടയിൽ അല്പസമയം ശാന്തമായിട്ട് ഇരിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് സാധിച്ചാൽ വലിയ സന്തോഷമാണ്. ജീവിതം പതുക്കെ പതുക്കെ ആ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ,